ഹലോ സ്റ്റുഡൻസ്, +1 +2 CBSE കൊമേഴ്സ് ടീമിലാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകൾ ഈസിയായി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങളുടെ സിലബസ് അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് സിലബസും CBSE സിലബസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്കറിയാം, ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ CBSE സ്റ്റുഡൻസ് പഠിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ഡെപ്ത് കുറച്ചുകൂടി വൈഡാണ്. നമുക്കറിയാം, ഒരു സബ്ജക്റ്റ് നമ്മൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻസി എടുക്കുകയാണെങ്കിൽ, അക്കൗണ്ടൻസി സ്റ്റേറ്റ് സിലബസ് നമുക്ക് രണ്ട് രീതിയിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് സ്ട്രീമിലാണ് പഠിക്കുന്നത്. അതായത് ഒന്ന് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അക്കൗണ്ടൻസി വിത്ത് AFSും ആണ്. അപ്പോൾ ഈ രണ്ട് സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികളും അതിൻ്റെ സബ്ജക്റ്റ് നമുക്കറിയാം സ്റ്റേറ്റ് സിലബസിൻ്റെ ഒരു എക്സാം പാറ്റേണിൽ പഠിക്കുന്ന സമയത്ത് ഇൻഡെപ്ത് നമ്മൾ പോകുന്നില്ല അറിയാം. കൂടാതെ തന്നെ CBSE സ്റ്റുഡൻസ് ആണ് വിചാരിക്കുക. CBSE സ്റ്റുഡൻസ് അക്കൗണ്ടൻസി പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നത് വളരെ ഡെപ്ത് ആയിട്ടാണ്. കാരണം അവിടെ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പനി അക്കൗണ്ട്സ് പഠിക്കുന്നുണ്ട്, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയ ഒരു അക്കൗണ്ടിങ് സിലബസ് തന്നെയാണ് CBSE സ്റ്റുഡൻസ് പഠിക്കുന്നത്. ഈവൻ നമ്മുടെ എക്സാം പാറ്റേൺ ആണെങ്കിൽ പോലും അവർക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, അതുപോലെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നു, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നു. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും ഇത്തരത്തിലുള്ള സിലബസ് പഠിച്ചിട്ടാണ് ഒരു CBSE കൊമേഴ്സ് സ്റ്റുഡൻസ് പാസ് ഔട്ട് ആകുന്നത്. അപ്പം ഈ സ്റ്റുഡൻസ് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു CA, CMA, ACCA പോലുള്ള കോഴ്സിലേക്കാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അവർക്കുള്ള അഡ്വാൻറ്റേജ് സിലബസിൻ്റെ അകത്തുള്ള കണ്ടന്റുകൾ കുറച്ചുകൂടി അവർ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് CA ഫൗണ്ടേഷൻ ക്രാക്ക് ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ CBSE സ്റ്റുഡൻസ് സാധിക്കും. അതുപോലെ CMA കോഴ്സിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ CA ഇൻ്ററിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ അവർ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഈവൻ നമുക്കറിയാം, കാൽക്കുലേറ്ററിൻ്റെ യൂസേജ്, കാൽക്കുലേറ്റർ ഇല്ലാതെയാണ് CBSE സ്റ്റുഡൻസ് +1 +2 കംപ്ലീറ്റ് ചെയ്ത് നമുക്കറിയാം. കാരണം സ്റ്റേറ്റ് സിലബസിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നു, CBSEക്കാർ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് വരുന്ന കുട്ടികളാണ് CBSE സ്ട്രീം പഠിച്ച് വരുന്നവർ. അതുകൊണ്ട് പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് വരുന്നതെങ്കിൽ CBSE സ്റ്റുഡൻറ്റ് അത്രത്തോളം അഡ്വാൻറ്റേജ് ഉണ്ട്. അടിപൊളിയായിട്ട് പഠിച്ച് നല്ല റിസൾട്ടോട് പുറത്തിറങ്ങും പറ്റും.